നിരപരാധിയായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതിന് സാക്ഷ്യം നിന്നിട്ടും ആ ക്രൂരകൃത്യം കൺമുമ്പിൽ കണ്ടിട്ടും മതിയാകാതെ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ കൊന്നുകളയുമെന്ന ഭീഷണിയുമായിട്ടാണ് തർസീസുകാരനായ ശൗൽ യെരുശലേമിൽ നിന്നുള്ള അധികാരപത്രവുമായി ദമസ്കോസിലേക്ക് യാത്രയാവുന്നത്. ദമസ്കോസിനടുക്കുമ്പോഴാണ് നിന്റെ ഉപദ്രവമേൽക്കുന്ന യേശുവാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ശൗലിനോട് കർത്താവ് ഇടപെടുന്നത്. കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്നവരുടെ ജീവൻ എടുക്കുവാൻ പോയ തർസീസുകാരനായ ശൗലിനെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ജീവൻ കൊടുക്കുവാൻ തയ്യാറായ പൗലോസായി പിന്നീട് നാം കാണുന്നു. ഞാൻ അനുഭവിച്ച ദൈവകൃപയുടെ ആഴം എത്ര എന്നതിന് എനിക്ക് സാക്ഷ്യം പറയണം. പിന്നെ കർത്താവായ യേശുവിന് കരുണ തോന്നി എന്നിൽ പരമേൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് നാമും ക്രിസ്തുവില്ലാത്തവരായിരുന്നു. സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മിലേക്ക് ചുറ്റി പ്രകാശിച്ചത് കൊണ്ടാണ് നാം ഈ ജീവനിലേക്ക് പ്രവേശിച്ചത്. പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമോ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കയില്ല എന്ന്? അങ്ങനെയെങ്കിൽ തീർച്ച നാമും ക്രിസ്തുവിന്റെ വെളിച്ചമായി ഈ ലോകത്തിന് പ്രകാശം പരത്തുന്നവരായി തീരും.